അതെ അതെ അതെ. പിന്നെന്താണ് പരിപാടീസ്? ആഹാ, പൊളി തന്നെ. ഞാനെന്താണ് ഇവിടെ വീട്ടിൽ തന്നെ. ഒരു ദിവസം ഇങ്ങോട്ട് ഇറങ്ങണം, നമുക്ക് അടിച്ചു പൊളിക്കാം. ഓ, അങ്ങനെ ആവട്ടെ. ശരി. നീ ഇവിടെ നിൽക്കുവായിരുന്നോ? ഫോണിലായിരുന്നോ? മനു, ദുബായിലുള്ള ഫ്രണ്ട്, അവനിപ്പോ നാട്ടിൽ വന്നിട്ടുണ്ട്, അപ്പൊ വിളിച്ചതാ. എന്താണ്? ഒന്നുമില്ല. ലച്ചൂർ എന്റെ അടുത്ത് എന്തോ സംസാരിക്കാനുണ്ടല്ലോ. പറ. അത് എനിക്ക് നാളൊക്കെ വരുന്നത്. അതെ, എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനൊക്കെ ഉണ്ട്. പക്ഷെ ഞാനത് പറയാൻ വരുമ്പോഴത്തേക്കും എനിക്ക് അത് പറയാനുള്ള ഇമോഷൻ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെറിയൊരു എത്തി. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നീ ലിസ്റ്റുമായിട്ട് ഇറങ്ങി ഓടിയെന്ന് അമ്മ പറഞ്ഞു. പറഞ്ഞ പോലെ നീ എന്തിനിറങ്ങി ഓടിയേ? എന്തിനാ ലിച്ചു ഇറങ്ങി ഓടിയേ? അതാ കനകന്റെ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞില്ലേ, അപ്പൊ അത് ഞാൻ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പുറകെ ഓടിയതാ. അതിന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താ പോരെ, ഇറങ്ങി ഓടേണ്ട ആവശ്യമുണ്ടോ? ആ ബുദ്ധി എനിക്ക് അന്നേരം കത്തിയില്ല. എന്നാ പിന്നെ നിങ്ങള് സംസാരിച്ചിരിക്കും, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടേട്ടാ. അല്ല, ലെച്ചൂസ് എന്തായിരുന്നു പറയാൻ വന്നേ? അത് ഞാൻ പിന്നെ പറയാം. പറഞ്ഞോ? ഇല്ല, നമുക്ക് പിന്നെ പറയാം. നിങ്ങൾ സംസാരിക്കേ, അമ്മായി സംസാരിക്കേ. സംസാരിച്ചോ. കയ്യിലെന്താ? കയ്യിലെന്തോന്ന്? കയ്യിലെന്തേ ഒന്നുമില്ല. എന്തോടെ? എന്ത് എന്ത് കൈന്ന് കാണിച്ചേ. കയ്യുന്നോ? ആ കൈയൊന്ന് കാണിച്ചേ. എന്തോ ഒന്നുമില്ലല്ലേ? എന്താ അമ്മായി? ഒന്നുമില്ല. അല്ല, പിള്ളേരെവിടാ? പിള്ളേർ അപ്പുറത്ത് കാണും. അപ്പുറത്ത് കാണുമെന്ന് പറഞ്ഞോണ്ടിരുന്നോ? കണ്ണ് തെറ്റി ഇറങ്ങി പൊക്കളയും. മുമ്പേ രണ്ടും കൂടെ മെട്രോ കാണാനാ പോയത്. നിന്നെ നോക്കിയില്ലെങ്കിൽ വല്ല എയർപോർട്ട് കാണാനും പോവും. എന്നിട്ട് ഇവിടെ വായി നോക്കിക്കോളൂ. പോയി പിള്ളേരെ നോക്ക്. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. പിന്നെ പോ. നിനക്കെന്താ നോക്കിയാലേ? ഞാൻ നോക്കുന്നുണ്ട്. നേരത്തെ പറയാൻ വന്ന കാര്യം പറഞ്ഞില്ല. അത് ഞാൻ പറയാൻ വന്ന കാര്യേ, ഞാൻ എന്റെ പൊന്നമ്മല അളിയാ, സംഭവം അങ്ങനല്ല. ഓ, ഐഡിയ പറഞ്ഞു കൊടുത്തത് ഞാൻ തന്നെ. പക്ഷെ അവ അവിടെ കിടന്ന് കാണിക്കണം പരാക്രമോ. അയ്യോ, തറയിലുമല്ല എയറിലുമല്ല, ഓടി പിരിക്കുന്നെ. എന്താ പറഞ്ഞില്ലല്ലോ. ഒന്ന് പോടോ. അയ്യോ സിധു, സിധു ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. എന്റെ ലച്ചുവിന് വേണ്ടി ഞാൻ ഒരു യുഗം തന്നെ വെയിറ്റ് ചെയ്യും. ഈ സമയത്ത് ഇങ്ങനൊന്നും പറയല്ല. 2 മിനിറ്റ് പോരാ. പിന്നെ ഞാനന്ന് പറഞ്ഞില്ലായിരുന്നു. അതൊന്നിവിടെ ചേച്ചി വന്നേ. ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്ന, അന്ന് നമ്മള് ക്യാൻറ്റീനിൽ പോയപ്പോ. അപ്പൊ ആ കഥ. അന്ന് നമ്മളെ ഈ ക്യാൻറ്റീനിൽ പോയില്ലായിരുന്നടാ. അന്ന് പൈസ എക്സസൈസ് നല്ല കാര്യം. ചേച്ചി എക്സസൈസ് ചെയ്യണടാ. വാക്ക് കേട്ട സമയത്ത് എന്ത് ചേച്ചി? കൈക്ക് ഒരു ഇതില്ല. ഏതില്ല? സുഖമില്ല. കഴിക്കോ? കഴിക്കും പയ്യ. എടാ ശരിടാ, ഞാൻ വിളിക്കണേ. എന്ത്? അല്ല, എന്തേലും പറയാൻ കാണുമല്ലോ, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഫ്രണ്ട് വന്നിരിക്കണേ. ഇതെന്റെ മുറിയല്ലേ? ഇതെന്റെ മുറിയല്ലേന്ന്? പിന്നെ നീ എന്തിനാ ഇവിടെ കയറി കിടക്കണേ? എനിക്കിവിടെ കയറി കിടന്നൂടെ? കിടക്കാൻ പാടാ. നീ ഇറങ്ങി പോയേ. ചേച്ചി
പോടും, ഞാൻ എത്ര നേരം ഇവിടെ വന്ന് കിടന്നേ. ഓ ഹലോ, ഇത് എന്റെ മുറിയാണ്. ഞാൻ തീരുമാനിക്കും ഈ മുറിയിൽ ആര് കയറണം ആര് കിടക്കണം എന്നൊക്കെ. എന്നാ പിന്നെ എനിക്ക് രണ്ടിലൊന്നും അറിയണമല്ലോ എന്ന്. ഞാൻ ഇവിടുന്ന് പോയതുപോലെ തന്നെ. നീ പോവില്ല? ഇല്ല, പോവില്ല. ഉറപ്പാണ് നീ പോവില്ല? പോവില്ല. ആ എന്നാ പിന്നെ ഇവിടെ ഇരുന്നു. നടക്കങ്ങോട്ട്. ഒരു വക പറഞ്ഞാ കേക്കത്തില്ല. രണ്ടെണ്ണം എന്റെ കയ്യിന്ന് മേടിക്കും. അമ്മമ്മ ഞാൻ അങ്ങോട്ട് പോയില്ലല്ലോ. ഞാനും പോയില്ല. മുട്ടി മേടിക്കും കേട്ടോ. ലച്ചുവിന്റെ കൈ കാരണം എന്നാലേ നന്നാവും. ചേച്ചി ഇവിടെ ഉണ്ടോ? ഇവിടെ ലച്ചുവേ, പിള്ളേർ എവിടെ പോയെന്ന് എനിക്ക് നോക്കിക്കൂടെ എന്നാ? എവിടെ പോയതാ? പാറമട പോയേക്കണ്. പാറമടയുടെ അങ്ങോട്ടാ? എന്തിന്? പാറമട പോയേക്കണ് പോത്തിനെ കാണാൻ. ഇത്ര നല്ല പോത്തുള്ളപ്പോ വേറെ പോത്തെന്തിനാ? അങ്ങോട്ട് നോക്കൂ. അല്ല, നീ എന്തോ ഇങ്ങനെ കിടക്കുന്നേ? അത് ഭയങ്കര തലവേദന. അതിനിങ്ങനെ കിടക്കണോ? അതിനിപ്പോ ഇങ്ങനെ കിടന്നൂടെ? ചേച്ചി കുറെ നേരം ആയാലും അനന്തശയനം കാര്യം പറയാ. എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ കിടക്കും. നിനക്കെന്നടാ? നീ എന്റെ മുറിന്ന് അറിയാൻ പോടാ. കഷ്ടമായിപ്പം. പിള്ളേരെ കാര്യത്തിൽ വരെ തീരുമാനം ഉണ്ടാക്കടേ. എന്റെ അമ്മ അവര് പിള്ളേരല്ലേ, അവരെന്തെങ്കിലും കാണിക്കട്ടെ. അങ്ങനൊന്നും വിട്ടാ പറ്റത്തില്ലല്ലോ. എന്നാ പിന്നെ രണ്ടടി കൊടുക്ക്, നന്നാക്കാൻ പറ്റുമോ നോക്ക്. രണ്ടെണ്ണത്തിന് ഞാൻ അയ്യോ എന്ന് പറഞ്ഞ ഒന്നും ഇറങ്ങി പോണേ. എന്നെ ചെത്തല്ല കാരണം. എടാ വീഴുള്ള കറക്റ്റ് മരം ചാടിയുടെ മോള് തന്നെ. നോ ഡൗട്ട്സ്. ലച്ചുവേ, നീ നോക്കിയാലേ പിള്ളേര് നന്നാവുള്ളൂ. എന്റെ അമ്മായി, ഞാൻ എന്നെ പിള്ളേരെ നോക്ക. എനിക്ക് ആദ്യം ഇച്ചിരി സമാധാനം എന്താ? നിനക്ക് സമാധാനത്തിന് എന്ത് കുറവ്? എനിക്ക് വയ്യ. ഞാൻ ഒന്ന് കുറച്ചു നേരം ഒന്ന് കിടന്നോട്ടെ പ്ലീസ്, എന്നിട്ട് ഞാൻ വരാം. നിനക്ക് ശരിക്കും തലവേദന ഉണ്ടോ? ആ അതുകൊണ്ടല്ലേ പറയണ തലവേദനയാന്ന്. ഇവ എന്തിനാ ഇവിടെ നിക്കണത്? അത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കുറെ നേരം കൊണ്ട് പറയും ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ. ഞാനായിരുന്നു ഈ റൂമിൽ ഇരുന്നത്. എണീറ്റ് വാടാ, ശല്യപ്പെടുത്താതെ. എണീറ്റ് വാടാ. ആ കൊണ്ടു അമ്മായി. ശല്യപ്പെടുത്തണ എന്തിനാ? കഷ്ടമായില്ലേ ഇതിപ്പം. അയ്യോ സിദ്ധു, എന്ത് ചേച്ചി? അളിയനെ കണ്ട? അത് ഞാൻ അങ്ങോട്ട് വയ്ക്കാൻ പറ്റും. അളിയനെ കണ്ട? കണ്ടില്ല. ആ എന്നാ പോയി തപ്പിട്ടുവാ. അളിയോ എവിടെ? അളിയോ എന്തേ? സിദ്ധുനെ കണ്ടായിരുന്നോ? സിദ്ധു നടക്കാനെന്നും പറഞ്ഞ് പുറത്തോട്ട് പോണുണ്ട്. പിള്ളേരെ കൂടെ ഇങ്ങോട്ട് വന്ന വഴിക്ക് പുറത്തേക്ക് പോയാ? ഇത് എങ്ങോട്ടാ പോയേ? സ്വന്തം ഭർത്താവിനൊരു ലെറ്റർ പോലും കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഞാൻ എന്തിക്കണെന്ന് കാണിക്കണേ? ഒരുമാതിരി സ്കൂൾ പിള്ളേരെ പോലെ. അതും ആ കഴുതയുടെ വാക്കും കേട്ട്. പ്രേമലേഖനം, മാങ്ങാത്തൊലി. പ്രിയപ്പെട്ട എന്റെ സിദ്ധു, ഇത് വെറും ഒരു കത്തല്ല, നിനക്ക് വേണ്ടി തുടിക്കുന്ന എന്റെ ഹൃദയമാണ്. നിന്നിലേക്ക് മാത്രം യാത്ര ചെയ്യുന്ന എന്റെ ആത്മാവിനെ പേറുന്ന വാക്കുകളാണ് ഈ കത്ത് നിറയെ. നീ ദുബായിൽ നിന്നും വരുന്നു എന്നറിഞ്ഞ നിമിഷം തൊട്ട് കടൽ ദിശ അറിയാതെ ഒഴുകുന്ന കപ്പൽ പോലെയായിരുന്നു ഞാൻ. എന്ത് ചെയ്യണമെന്നറിയില്ല, എന്ത് പറയണമെന്നറിയില്ല. നിന്നെ കാണുമ്പോൾ എങ്ങനെ സംസാരിച്ചു തുടങ്ങണം എന്നറിയില്ല. ഇപ്പോഴും എനിക്ക് ആ സന്തോഷത്തെ എങ്ങനെ മറികടക്കണം എന്നറിയില്ല. നീ ഇവിടെ ഉണ്ടായിരുന്നോ? അയ്യോ, ലെറ്റർ. ലച്ചു, എനിക്ക് ഒരു സാധനം കളഞ്ഞു കിട്ടി. എന്ത് സാധനം? നീ അത് വായിച്ചോ? വായിച്ചു. ലച്ചുസേ,
ഒന്നു മാത്രം അറിയാം, ഈ കപ്പൽ ഒഴുകുന്നത് നിന്നിലേക്ക് മാത്രമാണ്. നീ എന്ന കപ്പൽ ചുഴിയിലേക്ക് മാത്രമാണ്. പ്രണയത്തിൽ കാത്തിരിപ്പിന്റെ വേദന എത്രമാത്രമാണെന്ന് നിനക്കറിയുമോ സിദ്ധു? കടന്നു പോകുന്ന നിമിഷങ്ങൾ എണ്ണി പ്രണയത്തിന്റെ പേമാരിയിൽ നനഞ്ഞു കുതിർന്നിങ്ങനെ നിൽക്കുന്നു. ഇവൾ എനിക്കെന്തേ പ്രിയങ്കരി, ഓ നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി. പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോമൽ കൊഞ്ചൽ കുളിര്, കനവിലൊരോമൽ കുളിര്. ഇന്നലെയോളം കേട്ടില്ല ഞാൻ ഈ പൂന്തേൻ ചിന്ത്. ഇവൾ എനിക്കെന്തേ പ്രിയങ്കരി, ഓ നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി. കടന്നു പോകുന്ന നിമിഷങ്ങൾ എണ്ണി പ്രണയത്തിന്റെ പേമാരിയിൽ നനഞ്ഞു കുതിർന്നിങ്ങനെ നിൽക്കുകയാണ് സിദ്ധു. പ്രണയം അത് അനുഭവിക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. ഞാനത് അനുഭവിക്കുന്നുണ്ട്. ഇലകളിൽ തൊടുന്ന പുതുമഴ പോലെ അതെന്നെ ഓരോ നിമിഷവും തൊടുന്നുണ്ട്. നീ അതറിയുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ മതിയാവുന്നില്ല സിദ്ധു. ഇനിയും ഒരുപാട് പറയാനുണ്ട്, ഇനിയും ഒരുപാട് കേൾക്കാനുണ്ട്, ഇനിയും ഒരുപാട് ഋതുക്കൾ നമ്മളെ കടന്നു പോകാനുണ്ട്. പ്രണയം അങ്ങനെയൊന്നും മതിയാവില്ല സിദ്ധു. LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും.